പൊന്നാനി നഗരസഭയിൽ താൽക്കാലിക ജീവനക്കാർക്ക് പിൻവാതിൽ നിയമനമെന്നാരോപിച്ച് കൌൺസിൽ യോഗം UDF കൌൺസിലർമാർ തടസ്സപ്പെടുത്തി. താൽക്കാലിക ജീവനക്കാർക്ക് കാലാവധി നീട്ടി നൽകുന്നതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം കൌൺസിൽ ബഹിഷ്കരിച്ചു. സർക്കാർ ഉത്തരവുകൾ പാലിക്കാതെ പൊന്നാനി നഗരസഭയിൽ താൽക്കാലിക ജീവനക്കാർക്ക് പിൻവാതിൽ നിയമനം ആരോപിച്ചും ഇത്തരത്തിൽ നിയമിച്ചവരുടെ കാലാവധി നീട്ടി നൽകാനുള്ള കൌൺസിൽ അജണ്ടയിൽ പ്രതിഷേധിച്ചുമാണ് യോഗം UDF കൌൺസിലർമാർ തടസ്സപ്പെടുത്തിയത്. നഗരസഭ കൌൺസിൽ അജണ്ടയിൽ പ്രതിഷേധിച്ച UDF കൌൺസിലർമാർ കൌൺസിൽ യോഗം ബഹിഷ്കരിച്ചു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടത്തുന്നതിന് പകരം പാർട്ടിക്കാർക്ക് പിൻവാതിൽ നിയമനം നടത്തുന്നുവെന്നാരോപിച്ചാണ് കൌൺസിൽ യോഗം ബഹളമയമാവുകയും പ്രതിപക്ഷം കൌൺസിൽ ബഹിഷ്കരിക്കുകയും ചെയ്തത്. ഈ നീക്കം അംഗീകരിക്കാനാവില്ലെന്നും നേരത്തെ നടന്ന നിയമനത്തിൽ കോടതിയിൽ കേസ് നിലനിൽക്കെ വീണ്ടും ഇത്തരം നീക്കവുമായി മുന്നോട്ടു പോകുന്നത് പൊതുജനത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്നും കൌൺസിൽ തീരുമാനം പോലുമില്ലാതെയാണ് താൽക്കാലിക നിയമനം നടത്തുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ഫർഹാൻ BM പറഞ്ഞു. സംവരണം അട്ടിമറിച്ച് സ്വന്തക്കാർക്ക് ഇവിടെ ജോലി നൽകിയത് ഇവിടുത്തെ CPM ആണ്, LDF ആണ്, ഇവിടുത്തെ ഭരണസമിതിയാണ്. അപ്പോൾ ആ അട്ടിമറിച്ചവർക്കും വീണ്ടും 179 ദിവസം അവരുടെ കരാർ കാലാവധി നീട്ടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അജണ്ട ഇന്നിവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു പാർട്ടി ഓഫീസാക്കി മാറ്റുന്ന സമീപനം ഞങ്ങൾ എപ്പോഴും പറയാറുള്ളതാണ്. ഒരു പാർട്ടി ഓഫീസാക്കി മാറ്റുന്ന സമീപനമാണുള്ളത്. ഒരു കാര്യം, കഴിഞ്ഞ ജനുവരി 20-ാം തീയതിയാണ് മനുഷ്യചങ്ങല DYFIയുടെ മനുഷ്യചങ്ങല നടന്നത്. നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരല്ലേ, എപ്പോഴും ഈ നഗരസഭാ കാര്യാലയത്തിലേക്ക് വരുന്നവരല്ലേ, ഈ നഗരസഭാ കാര്യാലയത്തിനകത്ത് മുഴുവൻ പിൻവാതിൽ നിയമനവുമായി ബന്ധപ്പെട്ട് പാർട്ടി നിയമനം നടത്തിയ മുഴുവൻ പേരും ഈ ഓഫീസിനകത്തുണ്ടായിരുന്നില്ല. ഓഫീസിന്റെ പ്രവർത്തനം നിലക്കുന്ന ഒരു സാഹചര്യം ഈ പിൻവാതിൽ നിയമനം വഴി, ഈ പാർട്ടിക്കാരെ നിയമിക്കുന്നത് വഴി ഈ നഗരസഭക്കകത്ത് ഉണ്ടാവുന്നുണ്ട്. പ്രതിഷേധത്തിന് പ്രതിപക്ഷ നേതാവ് ഫർഹാൻ BM, അനുപമ മുരളീധരൻ, മിനി ജയപ്രകാശ്, ആയിഷ അബ്ദു, K ഇസ്മായിൽ, റാഷിദ് നാലകത്ത്, ശ്രീകല ചന്ദ്രൻ, ഷബ്ന ആസ്മി, പ്രിയങ്ക വേലായുധൻ എന്നിവർ നേതൃത്വം നൽകി. അതുകൊണ്ടാണ് പൊന്നാനി നഗരസഭാ ഭരണസമിതി ഈ വിഷയത്തിൽ സജീവമായി ഇടപെടുകയും സർക്കാരിലേക്ക് നമ്മുടെ റെപ്രസെൻറ്റേഷൻ കൊടുക്കുകയും അത് അനുഭാവപൂർവ്വം പരിഗണിക്കുന്നതിന് മുമ്പായി നമ്മളോട് ആവശ്യമായിട്ടുള്ള കണ്ടിജൻ്റ് ജീവനക്കാരെ എംപ്ലോയ്മെൻറ്റ് മുഖാന്തിരം നിങ്ങൾക്ക് നിയമിക്കാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ തവണ നമ്മൾ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് ലിസ്റ്റ് വാങ്ങിച്ച് ഇൻ്റർവ്യൂ നടത്തി 15 കണ്ടിജൻ്റ് ജീവനക്കാരെ നമ്മൾ ഉപയോഗപ്പെടുത്തി വരുന്നത്. ഇത് നാട് വൃത്തിയായും വെടിപ്പായും സുന്ദരമായും സൂക്ഷിക്കുക എന്ന വളരെ വിശാലമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള ജീവനക്കാരെ, അതും നാമമാത്രമായ ശമ്പളമാണ് അവർക്ക് ലഭ്യമാകുന്നത്. എന്നിരുന്നാലും വളരെ നല്ല രീതിയിൽ തന്നെ അവരുപയോഗപ്പെടുത്തി പ്രവർത്തനം മുന്നോട്ട് പോകുന്ന സമയത്ത് അതും കൗൺസിലിൻ്റെ അംഗീകാരത്തിന് വിധേയമായി കൗൺസിൽ അംഗീകരിച്ച ആളുകളാണ് ഇവിടെ പൊന്നാനി നഗരസഭയിൽ ജോലി ചെയ്യുന്നത്. അവരുടെ ഇപ്പോൾ പ്രത്യേകിച്ച് മാലിന്യമുക്ത നവകേരളം പരിപാടിയുടെ ഭാഗമായി നമ്മുടെ തെരുവോരങ്ങളിൽ കൂമ്പാരങ്ങൾ ഉണ്ടാകുന്നത് സമയബന്ധിതമായി തന്നെ അത് നിർമ്മാർജ്ജനം ചെയ്യുന്നതിന്, നഗരവൃത്തിയായി സൂക്ഷിക്കുന്നതിന് ഇവരുടെ ഇടപെടൽ ഏറ്റവും സജീവമായിട്ടുള്ളൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ. NCV ന്യൂസ് പൊന്നാനി. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ദ്രവ്യകലശവും ഉത്സവവും മാർച്ച് 14 മുതൽ 24 കൂടി. ദ്രവ്യകലശം മാർച്ച് 14 മുതൽ 17 വരെ. കൊടിയേറ്റം മാർച്ച് 17 രാത്രി 7:30. ഉത്സവ ബലി മാർച്ച് 22. പള്ളിവേട്ട 23. ആറാട്ട് മാർച്ച് 24 ഞായറാഴ്ച. ക്ഷേത്രോത്സവ കലാപരിപാടികളുടെ ഭാഗമായി മാർച്ച് 22 വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് പ്രശസ്ത സിനിമാ താരം ലക്ഷ്മി ഗോപാലസ്വാമി അവതരിപ്പിക്കുന്ന നൃത്തം ആഘോഷം ഉണ്ടായിരിക്കും. ഏവരെയും ക്ഷേത്രസന്നിധിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു.